നമുക്ക് ആ 3K പ്ലാൻ എടുത്തോന്ന് തക്കോട് പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. ഓക്കെ 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 ഓക്കെ. കള്ള കണ്ടി അളിയാ ബാബു നോക്കടാ വെളിയില്ലേ വാച്ചാപ്പാ നോക്കട്ടെ. കള്ള കണ്ടി 800 സാധനം വെച്ചിട്ടുണ്ട്. അളിയാ നീ എന്നെ പറ്റിച്ചതല്ലേ. മുഹമ്മദ് അജ്മൽ ഖാൻ നീ എന്നല്ല. സജി ഒരു സെക്കൻഡ് സജി ഞാൻ എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. ഈ ബാബുവിന്റെ കാര്യമുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല. കൺഫേം ചെയ്യണം ബാബു, കൺഫേം ചെയ്യണം. നിന്റെ എടാ അയച്ചറ ശരിക്കും ബാബു. അളിയോ താങ്ക് യു സോ മച്ച് ഫോർ 1000. അളിയാ എനിക്കറിയാളിയ എന്നെ അളിയ നീ എന്നെ തേക്കുമെന്ന് എനിക്കറിയാം. ഈ ഈഗിളിനെ പോലെ ഒരു പരനാറി അല്ലെന്ന് എനിക്കറിയാളിയാ. നീ ഇവൻ ഒരു ചെറ്റാണ്. ഈഗിൾ എന്തിനാന്ന് അറിയട്ടാ, വാതിലിന്റെ പുറത്ത് അവന്റെ അച്ഛൻ നിക്കണെന്ന് പറഞ്ഞ എന്നെ വീട്ടിന്റെ വെളിയിൽ വരച്ചിറക്കി. നിനക്കറിയാവോ ഈകള്? ബാബു താങ്ക്സ് അളിയാ. ബാബു അളിയാ താങ്ക്സ് അടാ. സീൻ വണ്ടി കേട്ടോ. ഇതാരാ വണ്ടി? ബ്രോന്റെ വണ്ടിയാണാ? നീ പണിഞ്ഞ വണ്ടിയാണാ ബ്രോ? പണിഞ്ഞ വണ്ടിയാണാ? കേട്ടില്ല. ഇതാരാ? ഹലോ ആരാ? താങ്ക്സ്. ഹലോ എന്താ ബ്രോ? എന്തുറ്റി കഴിക്കണ അവന്? ബ്രോ ഇടിക്കല്ലടാ. ഹലോ അണ്ണാ എടാ ഞാനേ ഒരു ലോഡറൊക്കെ ഉണ്ടിരിക്കണേ. അല്ല അണ്ണന്റെ വണ്ടി എന്റെ ഉണ്ടോ ഗ്യാസ് വണ്ടി വരുമോ? ഹലോ സർവത്തെ താങ്ക് യു സോ മച്ച് റാ. സർവത്തെ താങ്ക്സ് റാ. ഞാൻ വിളിക്കാ സർവത്തെ. അയ്യോ അണ്ണാ ചന്ദ്ര അണ്ണാ അണ്ണാ ഒരു സെക്കൻഡ് ഒന്ന് മാറിക്കണം. ഒരു പൊടിക്കണ്ണ ഒരു സെക്കൻഡ് അണ്ണാ. അണ്ണാ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ ഈ ലോറിയിൽ കുറച്ച് ലോഡ് അടിക്കാൻ നമ്മുടെ ഗ്യാങ്സിന്റെ ബാക്ക് പൊളിഞ്ഞിരിക്കുന്നു. അണ്ണാ ഷൗട്ട് ഇടോ. ഓ അങ്ങനെ അണ്ണാ ഞാൻ വിചാരിച്ചു വേറെ ഏതോ ഈ കഴമൂത്ത് കുറേണ്ടോ അവന്മാരെ വണ്ടി കൊണ്ട് ഇടിക്കുന്ന വിചാരിച്ചേ. കൊറേ എണ്ണം കെട്ടന്മാരുണ്ടോ? എടാ സർബത്തെ ഞാൻ വിളിക്കാം. ജസ്റ്റ് വെയിറ്റ് വിളിക്കാം. അണ്ണാ ബർത്ത്ഡേ ആണ്ടണ്ണ കൊറേ പയ്യന്മാര് ഇങ്ങനെ വിളിച്ച് ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ ഇങ്ങനെ ഫോണിലെ. പഴയ ചന്ദ്രന്റെ കട. എടാ നീ വണ്ടി വിട്ടോ. എടാ നീ പൊക്കോ. താങ്ക്സ് ചേട്ടാ. എടുത്തോ നീ വണ്ടി എടുത്തോ. ശരി. അണ്ണാ ഷൗട്ട്
അണ്ണാ എനിക്ക് ഒരു സജിയൊരു കാറിന്ന് പിന്നെ ഒരു പാട്ട് കിട്ടി ഗിഫ്റ്റ് ആയിട്ട്. അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോണം. നിങ്ങൾ എന്താണ് അവരോട് അടിയാ? നമ്മളും എന്തെങ്കിലും തരണ്ടായിരുന്നു ബർത്ത്ഡേ ആയിട്ട് നിനക്ക്. അങ്ങനെ ഞങ്ങളൊന്നും വരാതെ നിന്നെ ഒന്ന് കാണാതൊക്കെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അണ്ണാ ടിക്കറ്റ് ആണെങ്കിൽ ഇത് ആ ടിക്കറ്റ് ഒന്ന് എനിക്കിപ്പോ കയ്യില് നിന്റെ അച്ഛന്റെ വായിലോട്ട് ഇടിച്ചു കയറ്റിയത്. കൊറേ സൂപ്പർ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ലാസ്റ്റ് വായിക്കാം. ഓണ അണ്ണാ ഞാൻ എന്റെ ബർത്ത്ഡേ വണ്ടി പോകണം. ഒരു മിനിറ്റ്. 3 പേർക്ക് ഇരിക്കാൻ പറ്റണം. 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള നമുക്ക് ചന്ദ്രബോസ് വണ്ടി പോണ കിട്ടില്ല. നീ എന്തിനാ വരുന്ന കണ്ണാപ്പി? അണ്ണാ അടിയാ കണ്ണാ കയറില്ല വരാൻ നല്ല കാര്യം. ഫോട്ടോടാ അവനെ കൊണ്ട് പോയാൽ ശരിയാകത്തില്ല. ഉറപ്പായിട്ടും സത്യം ചന്ദ്ര PL ഒന്ന് കൊണ്ടോട്ടെ കേട്ടോ. PL ഒന്ന് കൊണ്ടോ നമ്മുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാട്ടോ. ലൈറ്റ് ഒന്നും കാണുന്നില്ല. ലൈറ്റ് ഒന്നും കാണുന്നില്ല. അവസണ്ണ അത് അത് ഇതല്ലേ എയർഫീൽഡ്. ഓണ എല്ലാവർക്കും അങ്ങോട്ട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ബുദ്ധിമുട്ടാവണേ. കിട്ടില്ല ഫോട്ടോ കേട്ടോ. അത് പക്ഷെ കണ്ടൂടാ ആളാര്. ആ ബാബു ഇത് ഞാൻ പോസ്റ്റ് ചെയ്യട്ടാ ഇൻസ്റ്റാ പിക്. എന്റെ സുഹൃത്ത് ബാബു എടുത്ത ഒരു മലവാണത്തിന്റെ ഫോട്ടോ ചിരിക്കട്ടെ എല്ലാരും കൂടി ഇരുന്നിട്ട്. എല്ലാരും കൂടി നീ 2-3 കൂടി വിളി. നിന്റെ ഊള തമാശക്കൊന്ന് ഒട്ടും സപ്പോർട്ട് ചെയ്യാൻ എനിക്കല്ല. എന്റെ വാസവണ്ണ അന്നെങ്കിലൊന്ന് ചിരി. ഞാൻ ചമ്മട്ട്. അന്നെങ്കിലൊന്ന് ചിരി. ഞാൻ ചമ്മട്ട്. വാസവണ്ണ ചിരി. ഞാൻ ചമ്മട്ട്. അന്നത് ചിരിക്കോ വാസവണ്ണ. വാസവണ്ണ ചിരി. അണ്ണാ ചിരി. ഞാൻ ചമ്മട്ട്. എന്റെ പൊന്നെ ചന്ദ്ര. പിന്നല്ല നീ ഒരുമാതിരി ഇവിടെ വിളിച്ചത് മുരളി മോഞ്ചിച്ച് ഞാൻ മാത്രം കൂടെ എന്നൊക്കെ പറഞ്ഞ മുരളി ഈഗോവില്ലേ അല്ലെങ്കിൽ ഒരു വിഷമാവൂലേ? നമ്മളെല്ലാം ഒരുപോലെയാണ്. നിനക്ക് അത് നീ മനസ്സിലാക്ക്. ചന്ദ്ര നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ ഈഗോ അടിക്കാൻ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഈഗോ ഇല്ല. ഞാൻ ഒരിക്കലും ഇത് എനിക്ക് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഈഗോ കാണിക്കല്ലേ പ്ലീസ്. കഴിഞ്ഞ ബർത്ത്ഡേ ഉണ്ടല്ലോ സോണ, എനിക്ക് 1 ഓഫ് ദ മോസ്റ്റ് മെമ്മറബിൾ ബർത്ത്ഡേ ഇതായിരുന്നു എന്റെ സിറ്റിയിൽ വെച്ചിട്ട്. 2 സിറ്റി ഉണ്ടായിരുന്ന മണവാളനും അമ്പത്തൂരും. മണവാളനും. പക്ഷെ ഇന്ന് നിങ്ങൾ അതിന് ബാലൻസ് ആയിട്ട് ഇത്രയും വലിയ സർപ്രൈസ് എനിക്ക് ഒരുക്കിയതിന് പക്ഷെ അണ്ണ ലൈറ്റ് ഒന്നും കാണുന്നില്ല. സർപ്രൈസ് റെഡി ആവുന്ന സമയം വേണം. എത്രണ്ണ കേട്ടില്ല. 2 മിനിറ്റ് ആ ബാബുന്ന് ഫെയിലായി. ബാബുന്റെ ഒന്ന് ഫെയിലായി. സത്യല്ലേ? അണ്ണാ നിങ്ങളെ കണ്ടില്ല ഞാൻ മോളിൽ ഇങ്ങനെ താഴെ ഇരിക്കണ അണ്ണാ. ഞാൻ നിങ്ങളെ ഉപയോഗിയില്ലേ അണ്ണാ? അണ്ണാ ഓ അതിനാദ്യത് എന്നിട്ട്
അതുകൊണ്ടേ ഓക്കെ ബാബു മുരളി അല്ലല്ല മുരളി അത് ദൈവം ഉണ്ട്, ദൈവം അവിടെ ഉണ്ട്. അപ്പൊ തന്നെ പൊക്കാന്ന് ചോദിച്ചതാ. വാസണ്ണ ഡ്രസ് മാറണം. വാസണ്ണ ഡ്രസ് മാറില്ലേ? ഡ്രസ് അണ്ണാ ഡ്രസ് മാറണം. ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണം അണ്ണാ ചന്ദ്രു, ഇതിൽ ഒരു സർപ്രൈസിന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തോരം കഷ്ടപ്പെടില്ലേ മുരളി? വാസന നമുക്ക് ഈ ഇടുന്ന ഡ്രസ് മാറ്റിയിട്ട് പോവാ. വാസണ്ണ വാസണ്ണയുടെ ഡ്രസ് ചന്ദ്രു ഇത് മതി, നമ്മള് അണ്ണാ നമുക്കൊരു കോർഡിനേഷൻ മറ്റേ നമ്മള് എന്റെ കോഴിക്ക് എന്റെ ബർത്ത്ഡേക്ക് ഒന്നും വേണ്ട. നമ്മുടെ ബർത്ത്ഡേക്ക് നീ അല്ലേ ഹൈലൈറ്റ് ഇപ്പൊ ഞാൻ ഇവരുടെ പിച്ചക്കാരന്റെ വേഷം. അന്നപ്പോ മറ്റേ ടീഷർട്ടിൽ എന്റെ പടമുള്ള മറ്റേ ബാക്കിൽ അതില്ല. അയ്യോ എടാ അത് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റും. അതില്ല അപ്പൊ ആ സാധനം ഇല്ല. അപ്പൊ ആ സാധനം ഇല്ല. ഞാൻ രണ്ട് നല്ല ഫോട്ടോ രായനെ ഒരാഴ്ച മുന്നേ രായ അറിയാത്ത പോലെ ഞാൻ എടാ ഈ എന്റെ ഫോട്ടോ നീ വെച്ചോ പറഞ്ഞിട്ട് അവൻ ചുമ്മാ അയച്ചു കൊടുത്തായിരുന്നു. മനസ്സിലായോ വാസണ? ഞാൻ ചുമ്മാ അവൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പൊ അവൻ ചോദിച്ചു എന്തിനാണ്. അപ്പൊ ഞാൻ ഇല്ലാളെ എന്തെങ്കിലും ആവശ്യം വരുമെന്ന് പറഞ്ഞാൽ ചുമ്മാ വെച്ചു കൊടുത്ത്. പക്ഷെ നമ്മള് ഓർത്തില്ല നിന്റെ ബർത്ത്ഡേ ആണ്. ചന്ദ്ര വേറൊരു സാധനം മറ്റേ സാധനവും നടന്നില്ല. ഞാൻ മുരളിയായിട്ട് വെച്ചിരുന്ന ഉണ്ടാക്കാൻ വേണ്ടി മറ്റേ റോക്കറ്റ് പണ്ട് ചന്ദ്രൻ നീ സ്റ്റാർ ആയില്ലേ, റോക്കറ്റ് ചന്ദ്രനായില്ല റോക്കറ്റ്, അതില് സൈഡില് നിന്റെ പടം വെച്ചിരുന്ന ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയാ നടന്നില്ല. അത് സർപ്രൈസ് ആയിരുന്നു. അത് നടന്നില്ലേ ചന്ദ്ര? ഇന്ന് കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് സർപ്രൈസ് അതായിരുന്നു എനിക്ക്. പണ്ട് കയ്യില് പിടിക്കുമ്പോ സൈഡില് ചന്ദ്രന്റെ ഒരു ഫോട്ടോ. എടാ അങ്ങനെയല്ല, ബെല്ലാരി ബാക്കി നടത്ത വേണം. മറ്റേ വെടിക്കെട്ട് പോയിട്ട് ഒരു പറക്കെട്ടിന്റെ ലക്ഷണം പോലെ ബാബു ഞാൻ കാണുന്നില്ല. വെടിക്കെട്ട് തുടങ്ങ്. ചന്ദ്ര നമ്മളിതിൽ നിന്നെ മൂഞ്ചിക്കാനെ കൊണ്ടുപോണേ. പലരും നിനക്ക് പല ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവും. പക്ഷെ ഈ ഗിഫ്റ്റ് നീ ഒരിക്കലും മറക്കത്തില്ല. ഇറങ്ങി വാ. പണ്ട് ഈ കടക്കൊരു പേരുണ്ടായിരുന്നു. ചന്ദ്രന്റെ ഷോപ്പ്. ഇനി അങ്ങോട്ടും ഇത് ചന്ദ്രന്റെ ഷോപ്പായിരിക്കും. ഇവിടെ ഒരു ഹോളിഡേ ഉള്ള പ്ലാനാണ്. ഇവിടെ ഒരു സംഭവം ഉണ്ട്, പറഞ്ഞുതരാം. ഡ്രില്ലർ മിഷനെ കൊണ്ടുവരില്ല. എത്ര ഉള്ളൂ ഇവിടെ? ഹലോ ബ്രോ ഇത് എന്റെ കടയാണ്. എന്തുണ്ടെങ്കിൽ വാങ്ങിച്ചോ. ഈ എല്ലാ സാധനവും സ്റ്റോക്ക് ഉണ്ട്. കയറി വാങ്ങിച്ചോ. അണ്ണാ ഹാപ്പി ആണെന്ന് വെച്ചാ സത്യമാണ്. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. പക്ഷെ താക്കോല് ഇവിടെ താക്കോല് ദൈവം വാണോട്ടിട്ട് പോയാ അത് വഴി. എന്റെ 760 ബ്രോ ഫുഡ് എല്ലാം തരും എല്ലാം സെറ്റ് ആക്കും. ഇതോട്ട് ചന്ദ്രൻ സ്റ്റോർ. ഓക്കെ, അതാണ് കടയുടെ പേര്. ബി അവെയർ. ഉദ്ഘാടനം കൊണ്ട് എല്ലാം ഉണ്ട്. ഇപ്പൊ വെയിറ്റ്.